അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ അല്പനേരം ധ്യാനിക്കുന്നത്. ബൈബിളിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ മനുഷ്യവർഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഉൽപ്പത്തി 12-ാം അധ്യായമാകുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ചരിത്രം ബൈബിളിൽ ആരംഭിക്കുകയാണ്. അത് അബ്രാഹത്തോടു കൂടെയാണെന്ന് നമുക്കറിയാം. ഏക ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളുമൊക്കെ ആരംഭിക്കുന്നത് അബ്രാഹത്തോടു കൂടെയാണ്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തോടു കൂടെ തുടങ്ങുകയാണ്. അവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ പ്രസ്താവന ഇങ്ങനെയാണ്: അനുഗ്രഹിക്കുന്ന ദൈവം. ഉൽപ്പത്തിയുടെ പുസ്തകം 12:2 അബ്രാഹത്തോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നാം പരിചയപ്പെടുന്ന ബൈബിളിലെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, നീ വഴി മറ്റനേകർ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ കാണുന്നത് തന്നെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറും. നിൻ്റെ സാന്നിധ്യം ഒരു അനുഗ്രഹമായിട്ട് മാറും. ഇങ്ങനെ അബ്രാഹത്തെ അനുഗ്രഹിക്കുകയും അബ്രാഹത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുകയാണ്. ഈ അനുഗ്രഹം, അബ്രാഹത്തിന് നൽകിയ അനുഗ്രഹം ഓരോ ക്രിസ്ത്യാനിക്കും അവകാശപ്പെട്ടതാണ്. യേശുക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തികൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:9 നാം ഇങ്ങനെ വായിക്കുകയാണ്: വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹത്തിന് അവകാശികളായി മാറും. ഗലാത്യർ 3:9. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വാസമുള്ള ആളുകൾ, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തിൽ വിശ്വസിച്ച് പാപമോചനം നേടിയ ആളുകൾ, അവരെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്, വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അബ്രാഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോ ക്രിസ്ത്യാനിക്കും, ക്രിസ്തു ശിഷ്യനും ശിഷ്യയ്ക്കും അവകാശപ്പെട്ടതാണ് എന്ന് പൗലോസ്ലീഹ വ്യക്തമാക്കുകയാണ്. 2 കൊറിന്ത്യർ 9:8 നാം വായിക്കുന്നുണ്ട്: എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാനായിട്ട് കഴിവുള്ളവനാണ് ദൈവം. അനുഗ്രഹിക്കുന്ന ദൈവം നമുക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ള ദൈവം. നമ്മുടെ ആവശ്യമനുസരിച്ച്, നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച്, കഴിവനുസരിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ തരാനായിട്ട് ദൈവം തയ്യാറാണ് എന്ന് ബൈബിൾ പറയുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6:14 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിശ്ചയമായും ദൈവം തന്നെ അനുഗ്രഹിക്കും. കാരണം ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നീ മനഃപൂർവ്വം അനുഗ്രഹം വേണ്ട എന്ന് വെക്കുന്നില്ല എങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് ബൈബിള് പറയുകയാണ്. പുതിയ നിയമത്തിൽ നാം യേശുക്രിസ്തുവിനെ ദൈവമായി പരിചയപ്പെടുകയാണ്. യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. പിതാവ് ദൈവം, പുത്രനായ യേശുക്രിസ്തു ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം, 3 പേരും ചേർന്ന ത്രിയേക ദൈവം. യേശുക്രിസ്തുവിനെ ബൈബിള് പരിചയപ്പെടുത്തുന്ന ഏറ്റവും അവസാനത്തെ രംഗം പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് ഇങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 24:51 യേശു കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കരയേറി എന്ന് നാം വായിക്കുകയാണ്. അപ്പോൾ അപ്പസ്തോലന്മാരുടെ മനസ്സിൽ ലൂക്കായുടെ സുവിശേഷത്തിലെ വിവരണം അനുസരിച്ചാണെങ്കിൽ നിൽക്കുന്ന അവസാന ചിത്രം ഇതാണ്: അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ചിത്രം. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അബ്രാഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പസ്തോലന്മാരുടെ മുഖത്ത് തെളിഞ്ഞ, കണ്ണിൽ തെളിഞ്ഞ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവസാന ചിത്രവും അതുതന്നെയാണ്. അവരുടെ കൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവിച്ച യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കരയേറുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന യേശുക്രിസ്തുവിനെ അവർ കണ്ടു എന്ന് ബൈബിളിൽ നാം വായിക്കുകയാണ്. അബ്രാഹത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾ നമുക്ക് അവകാശപ്പെട്ടതാണ്, തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അബ്രാഹത്തിന് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് കിട്ടിയതെന്ന് നാം പരിശോധിക്കുന്നത് നല്ലതാണ്. അബ്രാഹത്തിന് സമ്പത്ത് കിട്ടി. ബൈബിൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നുണ്ട്. അബ്രാഹത്തിനൊരു കുടുംബമുണ്ടായിരുന്നു. അബ്രാഹത്തിന് സന്താനഭാഗ്യമുണ്ടായി. അബ്രാഹത്തിന് പല ക്രിസ്തീയ മൂല്യങ്ങളും ഗുണങ്ങളും ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ സ്വർഗത്തെ പോലും വിശേഷിപ്പിക്കുന്നത് അബ്രാഹത്തിൻ്റെ മടി എന്നാണ്. എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അബ്രാഹത്തിന് അനുഗ്രഹമായി സ്വർഗവും ലഭിച്ചു. അപ്പോൾ ഇങ്ങനെ അബ്രാഹത്തിന് കിട്ടിയ അനവധിയായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പഴയ നിയമവും പുതിയ നിയമവും പറയുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം
ഓരോ ക്രിസ്ത്യാനിക്കും അവകാശപ്പെട്ടതാണ്. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഒരുപക്ഷെ ദൈവം തരണമെന്നില്ല. ഉദാഹരണത്തിന് യേശുക്രിസ്തു തൻ്റെ അപ്പസ്തോലന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ചില ആളുകൾ നിങ്ങളുടെ കുടുംബം ഉപേക്ഷിച്ച ആൾക്കാരാണ്, അല്ല എന്നെ പ്രതി ഭാര്യ മക്കൾ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക്, അല്ല വേണ്ടെന്ന് വയ്ക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ജീവിത വിളിയുടെ പേരിൽ ദൈവം സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ചില അനുഗ്രഹങ്ങൾ അതിന് പകരം തരുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ജന്മനാ തന്നെ ചിലപ്പോൾ ചില അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജീവിതാവസ്ഥയുമായി ബന്ധപ്പെട്ട് ദൈവവിളിയുമായി ബന്ധപ്പെട്ട് ചില അനുഗ്രഹങ്ങൾ ചില ആളുകൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ബൈബിൾ പറയുകയാണ് അതിന് പകരമായിട്ട് വേറെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരപ്പെടും. അപ്പോൾ അബ്രാഹത്തിന് കിട്ടിയ എല്ലാ അനുഗ്രഹവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യമായ അനുഗ്രഹങ്ങൾ എന്ന രീതിയിൽ വേണം അതിനെ മനസ്സിലാക്കാനായിട്ട്. അതായത് അബ്രാഹത്തിന് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഒരു പട്ടിക നാം പറഞ്ഞു. എങ്ങനെയാണ് അബ്രാഹത്തിന് ഈ അനുഗ്രഹങ്ങൾ കിട്ടിയത് എന്ന് നാം പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. ദൈവത്തിൽ നിന്ന് ഏതൊരു അനുഗ്രഹവും കിട്ടാനായിട്ട് ഏറ്റവും ആദ്യ വ്യവസ്ഥയായി നിൽക്കുന്ന ബൈബിളിൽ ആകമാനം പറയുന്ന ഒരു വ്യവസ്ഥ ഇതാണ്: പാപരഹിതമായ ജീവിതമാണ്. പാപിക്ക് ഐശ്വര്യമുണ്ടാകുന്നില്ല, പാപി അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്നൊക്കെ ബൈബിളിൽ ആകമാനം പറയുന്നതാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ബൈബിൾ വാക്യങ്ങളൊന്നും ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. ബൈബിളിലെ ആദ്യാവസാന സന്ദേശം അതാണ്. പർദീസ മുതൽ തുടങ്ങുന്ന കാര്യം അതാണ്: പാപിക്ക് ഐശ്വര്യം ഉണ്ടാകുകയില്ല, പാപിക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയില്ല. പാപരഹിതമായ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് എന്ന് അംഗീകരിച്ചുകൊണ്ട് അബ്രാഹാം എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അബ്രാഹത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്ന ഒരു ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ അബ്രാഹത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ ഉൾപ്പെടുത്തി പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം. അതിനകത്ത് 11-ാം അധ്യായത്തിൽ 8-ാം വാക്യം മുതൽ അബ്രാഹത്തിന് കിട്ടിയ അനുഗ്രഹങ്ങളോ അത് എങ്ങനെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. വിശ്വാസം വഴിയാണ് അബ്രാഹത്തിന് അത് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അബ്രാഹം വിശ്വാസികളുടെ പിതാവാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അബ്രാഹത്തിന് വിശ്വാസം വഴിയാണ് കിട്ടിയത്. എന്നിട്ട് വിശ്വാസം എന്താണെന്ന് ഹെബ്രായർ 11:1 വ്യക്തമാക്കുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുകയാണ്: കാണപ്പെടാത്തവ ഉണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അപ്പോൾ അബ്രാഹം രക്ഷിക്കപ്പെട്ടത്, അനുഗ്രഹിക്കപ്പെട്ടത് വിശ്വാസം വഴിയാണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2:8 വായിക്കുന്നുണ്ട്: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് പാപമോചനം കിട്ടാനായിട്ട് പോകുന്നത്, രക്ഷ കിട്ടാനായി പോകുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നേടണമെങ്കിൽ വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് വിശ്വാസം നിർവചിക്കപ്പെടുകയാണ്: കാണപ്പെടാത്തവ ഉണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്. ഞാനിപ്പോൾ കുറേ നാളുകളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി വചനപ്രഘോഷണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ധ്യാനം വളരെ വർഷങ്ങൾക്ക് മുമ്പ് 25 അല്ലെങ്കിൽ ഏതാണ്ട് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് കൂടിയിട്ടുള്ള ഒരു സഹോദരി എന്നോട് സംസാരിച്ചൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അക്കാലത്ത് ഞാനിങ്ങനെ അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് എങ്ങനെ വിശ്വാസം വഴി അനുഗ്രഹം നേടാമെന്നൊക്കെ ഒരു ധ്യാനാവസരത്തിൽ പ്രസംഗിക്കാനിടയായി തീർന്നു. ആ സഹോദരി എന്നോട് പറഞ്ഞു, എനിക്ക് വിശ്വാസം വഴി ഒരു വീട് കിട്ടാനായിട്ട് ഇടയായി തീർന്നു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. വളരെ അത്ഭുതകരമായ രീതിയിൽ 3 വർഷം കൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് കിട്ടി എന്ന് ആ സഹോദരി പറഞ്ഞ് ഓർക്കുകയാണ്. ആ സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്നു: കാണപ്പെടാത്തവ ഉണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കും, ഈ ബോധ്യവും ഉറപ്പുമൊക്കെയാണ് വിശ്വാസമെന്നല്ലേ പറയുക. ആ സഹോദരിക്ക് ഒരു നല്ല വീടില്ല. ആ സഹോദരി ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് സാമാന്യം കൊള്ളാവുന്ന ഒരു 3 മുറികളും അടുക്കളയും ടോയ്ലറ്റും ഒക്കെ ഉള്ള ഒരു വീട്, ഏതാണ്ട് 10-600 സ്ക്വയർ ഫീറ്റ് കൊണ്ട് ഒതുങ്ങുന്ന ഒരു വീട് തന്നെമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ സഹോദരിക്ക് അറിയാവുന്നതുപോലെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു പടം പോലെയൊക്കെ വരച്ച് അത് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹെബ്രായർ 1:11 പറയുന്നത് പോലെ വീട് ലഭിച്ചിട്ടില്ല എങ്കിലും വീട് മനസ്സിൽ കണ്ട് ആ വീടിനകത്തുകൂടി നടക്കുന്നതും അതിനകത്തിരുന്ന് ആഹാരം പാകം ചെയ്യുന്നതും ആഹാരം കഴിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ മനസ്സിൽ കാണുകയാണ്. ആ വീടിൻ്റെ ചുറ്റും നടന്ന് പ്രാർത്ഥിക്കുന്നതായി മനസ്സിൽ കാണുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ്: നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാനായിട്ട് ഇപ്പോൾ വീട് പണി തുടങ്ങിയിരിക്കുന്നു എങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചില ഭാവനാ ചിത്രങ്ങൾ, ആ ചിത്രത്തിൻ്റെയൊക്കെ ചുറ്റും നടന്ന് വിശ്വാസ പ്രമാണം ചെല്ലുന്നതായി
മനസ്സിൽ കണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. അങ്ങനെ ആ സഹോദരി വീടില്ല എങ്കിലും വീടുള്ളതായി കണ്ട് ബലപ്പെട്ട് ബോധ്യപ്പെട്ട് വിശ്വാസം കൊണ്ട് ബലപ്പെട്ട് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അവളുടെ ഭർത്താവിനോട് അവൾ വീടിന് വേണ്ടിയുള്ള കാര്യം പറഞ്ഞു. 2 മക്കളും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അവരൊരു ധ്യാനത്തിൽ പോയി വീണ്ടും കൂടി എല്ലാവരും കൂടി ചേർന്ന് ഏതായാലും അവർക്ക് 3 വർഷത്തിന് ഉള്ളിൽ സാമാന്യം കൊള്ളാവുന്ന ഒരു വീട്, അവർ പ്രാർത്ഥിച്ചതിനേക്കാളും ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു വീടുണ്ടാക്കാനായിട്ട് ദൈവം കൃപ നൽകി. 3 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അത് ആശീർവദിച്ച് അതിനകത്ത് താമസിക്കാനും പറ്റുകയാണ്. ചിലപ്പോൾ ചില ആളുകൾ പറഞ്ഞേക്കാം ഇത് ഒറ്റപ്പെട്ട ഒരു കാര്യമാണ്, അങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ടോ? ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, ബൈബിളിലെ വാഗ്ദാനമാണ്. നീ വിശ്വസിക്കുന്നത് നിനക്ക് ലഭിക്കുമെന്ന് ഉറച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുമെന്ന് വിശ്വസിച്ച് ഉറച്ച് നീ പ്രാർത്ഥിക്കുക, നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ആ സഹോദരി അനീതിപരമായിട്ടല്ല പ്രാർത്ഥിച്ചത്, അത്യാഗ്രഹത്തോടു കൂടിയല്ല പ്രാർത്ഥിച്ചത്, വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല അവളും അവളുടെ ഭർത്താവും മക്കളുമൊക്കെ അതിനോട് സഹകരിക്കാനായിട്ട് തയ്യാറായി. അവർ അതിനുവേണ്ടി ആഗ്രഹിച്ചു, അതിനുവേണ്ടി കാണേണ്ടവരെ കണ്ടു, അവരോട് പറ്റുന്ന സഹായങ്ങൾ ചോദിച്ചു. ദൈവം അത്ഭുതകരമായ രീതിയിൽ പലരിലൂടെയൊക്കെ ഇടപെടുകയാണ്. അവർ പ്രാർത്ഥനയിൽ നിരന്തരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വിശ്വാസം വഴിയാണ് അബ്രാഹാം അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ നമുക്കും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നേടാനുള്ള ഒരു മാർഗം ഈ വിശ്വാസം തന്നെയാണ്. വിശ്വാസം വഴി കൃപയാൽ നമുക്ക് ദൈവത്തിൽ നിന്ന് യേശുക്രിസ്തു വഴി ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. അബ്രാഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അബ്രാഹാം എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പരിശോധിക്കുമ്പോൾ രണ്ടാമതായി കാണാനായി പറ്റുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 14:20 നാം ഒരു സംഭവം വായിക്കുന്നുണ്ട്. അബ്രാഹാം അങ്ങനെ സമ്പന്നനായി മാറി. അബ്രാഹത്തിന് ഒരിക്കലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമ്പത്തൊക്കെ ലഭിച്ചു. അബ്രാഹാം അങ്ങനെ വരികയാണ്, ഒരു താഴ്വാരത്തെത്തുന്നു. അവിടെ വെച്ച് അബ്രാഹാം മൽക്കിസദേക്ക് എന്ന പേരായ ഒരു പുരോഹിതനെ കാണുകയാണ്. ഉടനെ അബ്രാഹാം ഒരു കാര്യം ചെയ്തു. ആ ദൈവിക മനുഷ്യന് മൽക്കിസദേക്കിന് അബ്രാഹാം തനിക്ക് കിട്ടിയ സമ്പത്തിൻ്റെ എല്ലാം ദശാംശം കൊടുക്കുകയാണ്. ബൈബിളിൽ കാണുന്ന ഒരുപക്ഷെ ആദ്യത്തെ ദശാംശവുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാകാം അത്. അബ്രാഹാം തനിക്ക് കിട്ടിയതിൻ്റെ ദശാംശം 10-1 ദൈവിക പുരുഷനായ പുരോഹിതനായ മൽക്കിസദേക്കിന് കൊടുക്കുകയാണ്. അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു മാർഗമായി ബൈബിള് പല സ്ഥലത്ത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ദശാംശം നൽകുക എന്നുള്ളത്. മലാഖിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നാം ആ കാര്യം വായിക്കുന്നുണ്ട്. 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ ദശാംശം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലയോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക എന്ന് പറയുന്നത്. പരിശോധിച്ച് നോക്കാനായിട്ട് പരീക്ഷിച്ച് നോക്കുക, ദൈവത്തെ പരീക്ഷിക്കരുത് എന്നൊക്കെ നമുക്കറിയാം. എങ്കിലും ബൈബിൾ ഈ കാര്യത്തിൽ ഒരു പ്രത്യേക അർത്ഥത്തിൽ പറയുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ച് പോലും നോക്കുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയില്ലയോ എന്ന് നോക്കുക എന്ന് ബൈബിൾ പറയുകയാണ്. അപ്പോൾ അബ്രാഹാം അനുഗ്രഹിക്കപ്പെട്ട ഒരു മാർഗം ബൈബിൾ വളരെ വ്യക്തതയിൽ പറയുന്നുണ്ട്. അത് അന്ന് മുതൽ പല ആളുകളും അനുകരിക്കാനായിട്ട് തുടങ്ങി. ബൈബിളിൽ ഒരു ചിന്തയായി മാറി. യേശുക്രിസ്തുവും അതൊരു പ്രമാണമായി ക്രിസ്ത്യാനികൾക്ക് നൽകി. മത്തായിയുടെ സുവിശേഷം 23:23 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദശാംശം തുടങ്ങിയ കാര്യങ്ങൾ അവഗണിക്കാണ്ട് അതിനേക്കാൾ കൂടുതൽ കരുണയും ദയയും കാണിക്കാനാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് യേശുക്രിസ്തു തൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആളുകളോട് ഉപദേശിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു സഹോദരിയും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു. ദശാംശം കൊടുത്ത് എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടതെന്ന്. ആ സഹോദരി വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു വീട്ടമ്മയാണ്. ഭർത്താവ് രോഗിയാണ്, കാര്യമായ ആരോഗ്യമില്ല, വലിയ പണിക്കൊന്നും പോകാനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് പറ്റുകയില്ല. 2 ആൺമക്കളുണ്ട്. ആ സ്ത്രീക്ക് അറിയാവുന്ന ഒരു പണിയാണ് പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോയി വിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഏതാണ്ട് ഉച്ചയോടുകൂടെ കുറേ പലഹാരമൊക്കെ ഉണ്ടാക്കി അവർ ഒരു കൊട്ടയ്ക്കകത്താക്കി അത് വിൽക്കാനായിട്ട് പോകും. കുറേ വീടുകളിലൊക്കെ പോകും. അവർക്ക് ഏതാണ്ട് ഒരു 250 രൂപയോളം പലഹാരം വിറ്റ് കിട്ടും. ഒരു കാര്യം ചെയ്ത് 25 രൂപ അതിനകത്തുനിന്ന് മാറ്റിവെച്ച് അയൽവക്കത്ത് തന്നെയുള്ള ഒരു പാവപ്പെട്ട സ്ത്രീക്ക്, കാരണം ഭർത്താവ് രോഗിയാണ് അവളുടേത്, അവൾക്ക് വരുമാന മാർഗങ്ങൾ കാര്യമായിട്ടൊന്നും തന്നെയില്ല, 25 രൂപ ആ സഹോദരിക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ കിട്ടുന്ന ദശാംശത്തിൻ്റെ 10-1 മാറ്റിവെച്ച്
പാവങ്ങളെ സഹായിക്കാനും ദൈവശുശ്രൂഷയ്ക്കൊക്കെ തുടങ്ങി, പ്രാർത്ഥിക്കാനായി തുടങ്ങി, ഇടയ്ക്കൊക്കെ ചില ധ്യാനങ്ങളൊക്കെ കൂടാൻ തുടങ്ങി. ഇവരുടെ പലഹാര കച്ചവടം തുറന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ സഹോദരയുടെ ജീവിതത്തിലുണ്ടായൊരു വ്യത്യാസത്തെക്കുറിച്ച് അവർ പറയുകയാണ്. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് 250 രൂപ ദശാംശം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ബിസിനസ് തന്നെ വളർന്നു വരികയാണ്. ഒരു ചെറിയ ബേക്കറി അവർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുകയാണ്. ബേക്കറി കാര്യങ്ങൾ ചെയ്യാൻ മാത്രമൊക്കെ ഉള്ള ആരോഗ്യം ആ സഹോദരിയുടെ ഭർത്താവിനുണ്ട്. മക്കളിൽ ഒരാൾ സഹായിക്കാനായിട്ട് കൂടെ കൂടി. അങ്ങനെ ദിവസം 2500 രൂപ വരുമാനമുള്ള, അതായത് 250 രൂപ ദശാംശം നൽകാൻ പറ്റുന്ന രീതിയിൽ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയായിട്ട് ആ സഹോദരിയും കുടുംബവും മാറുകയാണ്. അപ്പോൾ ദശാംശം നൽകി അനുഗ്രഹിക്കപ്പെട്ട ധാരാളം ആളുകളുണ്ട്. ബൈബിള് ഈ കാര്യം പറയുകയാണ്. അബ്രാഹാം അനുഗ്രഹിക്കപ്പെട്ടത് ഈ രീതിയിലാണ് എന്ന് ബൈബിള് നമുക്ക് സൂചന തരുന്നുണ്ട്. മൂന്നാമതായിട്ട് അബ്രാഹാം ദൈവത്തെ അനുസരിക്കാനായിട്ട് തയ്യാറായി. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ നിൻ്റെ സ്വന്തം നാട് വിട്ട് നീ ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് വരിക. ഏതാണ് കാണിച്ചു തരാൻ പോണതെന്നൊന്നും അബ്രാഹത്തിന് നല്ല നിശ്ചയമില്ല. പക്ഷേ അബ്രാഹാം ദൈവത്തെ അനുസരിക്കാനായിട്ട് തയ്യാറായി. അബ്രാഹത്തിൻ്റെ യാത്രയിൽ ഒരിക്കലും അബ്രാഹാം പതറുന്നില്ല. തീർച്ചയായും മാനുഷികമായ രീതിയിൽ ചില കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതെല്ലാം അബ്രാഹാം നമുക്ക് മാതൃകയാകത്തക്ക രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 10:38 വായിക്കുന്നുണ്ട്, യേശുക്രിസ്തു തൻ്റെ പിന്നാലെ വന്നവരോട് പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക. അബ്രാഹത്തിന് തീർച്ചയായും പല ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, പല ത്യാഗങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അബ്രാഹാം പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറയാനിരിക്കുന്ന വചനങ്ങൾ പോലും മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ത്യാഗങ്ങൾ, ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ക്ഷമിക്കുമ്പോഴുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, പാപം ചെയ്യാതിരിക്കാൻ ഉള്ള ശ്രമത്തിൻ്റെ പരമായുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയാണ് ബൈബിള് ഈ സാഹചര്യത്തിൽ കുരിശെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അബ്രാഹാം അതെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറായി. അങ്ങനെയാണ് അബ്രാഹാം അനുഗ്രഹിക്കപ്പെട്ടത്. മത്തായിയുടെ സുവിശേഷം 10:22 നാം വായിക്കുന്നുണ്ട്, ഇങ്ങനെ സ്വന്തം കുരിശ് എടുത്താൽ മാത്രം പോരെ, അത് അവസാനം വരെ എടുക്കാനായിട്ട് തയ്യാറാകണം. ഇടയ്ക്ക് നിരാശപ്പെടരുത്. ദൈവം എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ലല്ലോ. എത്ര നാളായി ദൈവം ഒരു മകനെ തരുമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്? ഇപ്പോഴേ 24 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു, 25 കൊല്ലം ആയിക്കൊണ്ടിരിക്കുന്നു. അബ്രാഹാം പിടിച്ചു നിന്നു. ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. ദൈവം എനിക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്, ഒരു വിശ്വാസ വാഗ്ദാനം ദൈവം തന്നിട്ടുണ്ട്. അത് തീർച്ചയായും നടക്കുമെന്ന് കരുതി ദൈവത്തെ അനുസരിക്കാനായിട്ട് അബ്രാഹാം തയ്യാറായി. പല ആളുകളും അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന സാധ്യതകൾ ശരിക്കും ഉപയോഗിക്കുന്നില്ല. അവർ സമയം അലസമായി ചെലവഴിക്കുന്നു. ചിലപ്പോൾ അവർ അലസമായ സംസാരത്തിലൊക്കെ ഉൾപ്പെടുന്നു. അങ്ങനെ അവർക്ക് പലപ്പോഴും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി പറ്റിയെന്ന് വരികയില്ല. ഒരു സഹോദരൻ, അലസമായി ജീവിച്ചിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ അബ്രാഹത്തിൽ നിന്ന് പഠിച്ച ഒരു കാര്യം, അദ്ദേഹം അബ്രാഹത്തിൽ നിന്ന് അങ്ങനെ നേരിട്ടങ്ങനെ പഠിച്ചതിൽ ജീവിതത്തിൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കാര്യം എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അല്പം ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ആരോഗ്യപരമായിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ക്രമേണ അലസനായിട്ട് മാറി. ഭാര്യ എന്തെങ്കിലുമൊക്കെ ചില വീടുകളിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് എന്തെങ്കിലും കൊണ്ടുവരുന്നത് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. കുട്ടികളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അയാളിങ്ങനെ വീട്ടിൽ ഉള്ള സമയത്ത് മുഴുവനും TV കണ്ട് അങ്ങനെ ഇരിക്കും. ചില ആളുകൾ ഒക്കെ, പുരുഷന്മാരങ്ങനെ ചിലപ്പോൾ എല്ലാവരും TVക്ക് അടിമകളായി മാറാറില്ല, സീരിയലുകളുടെ കാര്യത്തിലും മറ്റുമൊക്കെ. എന്നാൽ ഇദ്ദേഹം ഇങ്ങനെ വെറുതെ എനിക്ക് ആരോഗ്യമില്ല എന്നുള്ള ചിന്തയിൽ സീരിയലിലും മറ്റുമൊക്കെ വളരെ അടിമയായിട്ട് മാറി. വീട്ടിലങ്ങനെ മുഴുവൻ നേരവും സിനിമ കണ്ടും TV കണ്ടിരിക്കുന്ന ഒരാളായിട്ട് മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ ഡിവൈനിൽ വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുക. ആ ധ്യാനത്തിൽ പങ്കെടുത്തോടെ അയാൾക്ക് മനസ്സിലായി, എന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്, എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ മനഃപൂർവ്വം പാപം ചെയ്യാൻ പോയണ്ടായ ആരോഗ്യ പ്രശ്നവുമല്ല ഇത്. അങ്ങനെയാണ് ദൈവം എനിക്ക് വേണ്ടി ഒരു അനുഗ്രഹത്തിൻ്റെ മാർഗം കണ്ടുവച്ചിട്ടുണ്ട്. അയാൾക്ക് കുറച്ചൊക്കെ തയ്യലറിയാമായിരുന്നു. അയാൾ പ്രാർത്ഥിക്കാനായി തുടങ്ങി, ദൈവമേ എനിക്കൊരു തയ്യൽ മെഷീൻ കിട്ടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായി തുടങ്ങി. അദ്ദേഹം വികാരിയസിനോട് ആ കാര്യം പറഞ്ഞു, വിൻസെൻ്റ് പോളുകാരോട് പറഞ്ഞു. അപ്പോൾ അവർ വഴി അദ്ദേഹത്തിന് ഒരു തയ്യൽ മെഷീൻ കിട്ടി. വീട്ടിൽ ചെറുതായിട്ട് തയ്യൽ തുടങ്ങി. കുറച്ച് നാൾ കൊണ്ട് അദ്ദേഹത്തിന് സാമ്പത്തികമായി സുരക്ഷിതത്വമുള്ളൊരവസ്ഥയിലേക്കും വീടുമായി ചേർന്ന് ചെറിയൊരു തയ്യൽക്കട പോലെ തുടങ്ങാനായിട്ട് പറ്റുകയാണ്. അപ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന ചില രീതികൾ ഉണ്ട്. അബ്രാഹാം അനുഗ്രഹിക്കപ്പെട്ട രീതികൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു മാതൃകയായി വേണം നാം മനസ്സിലാക്കാനായിട്ട്.
മറ്റൊരു കാര്യം അബ്രാഹത്തിൽ നിന്ന് നാലാമതായി പഠിക്കാവുന്ന ഒരു കാര്യമാണ്, അബ്രാഹം ക്ഷമിക്കാനായിട്ട് തയ്യാറായി. ലോത്ത് അബ്രാഹത്തിൻ്റെ കൂടെ കടന്നു വന്ന അബ്രാഹത്തിൻ്റെ ഒരു സഹോദരനാണ്, നേരെ സഹോദരനല്ല എങ്കിലും ഒരു ബന്ധുവായ സഹോദരനാണ്. ഒരിക്കൽ അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ സ്ഥലവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അബ്രാഹത്തിന് മനസ്സിലായി. അബ്രാഹം ഉടനെ ലോത്തിനെ വിളിച്ച് പറഞ്ഞു, നമ്മൾ തമ്മിൽ ഈ കാര്യത്തിൽ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് നിനക്കിഷ്ടമുള്ള സ്ഥലമൊക്കെ നീ എടുത്തുകൊള്ളുക, നീ ബാക്കി വയ്ക്കുന്ന സ്ഥലം എനിക്ക് തന്നാലും മതി എന്ന് പറഞ്ഞ് അബ്രാഹം വളരെ ശാന്തമായ പ്രശ്നം പരിഹരിച്ചതായിട്ട് ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:45 നാം വായിക്കുകയാണ്, ശത്രുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവമക്കളായിട്ട് മാറും. ദൈവത്തിൻ്റെ മകൻ, ഒരു സമ്പന്നനായ ഒരാളുടെ മകന് പോലും ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് അബ്രാഹത്തെ പോലെ തനിക്ക് ശത്രുതയുണ്ടാകാൻ സാധ്യതയുള്ള, താനുമായിട്ട് വഴക്കുണ്ടാകാൻ സാധ്യതയുള്ള തൻ്റെ സഹോദരനെ രമ്യതയിൽ നിർത്താനുള്ള ശ്രമം വഴി അബ്രാഹം അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അബ്രാഹം അനുഗ്രഹം നേടിയത് ക്ഷമയിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അഞ്ചാമതായി അബ്രാഹത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്, അബ്രാഹം പ്രാർത്ഥനയുള്ളൊരു മനുഷ്യനായിരുന്നു. അബ്രാഹം ലോത്തിന് വേണ്ടി, സോദോം ഗൊമോറയ്ക്കൊക്കെ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവവുമായി സംസാരിക്കുന്ന ഒരു നീണ്ട സംസാരവും പ്രാർത്ഥനയൊക്കെ ബൈബിളിൽ കൊടുക്കുന്നുണ്ട്. ദൈവത്തോട് ഒരിക്കലും അബ്രാഹം ചോദിച്ചു, ദൈവമേ, അങ്ങ് നീതിമാനല്ലേ, ഈ പട്ടണത്തിൽ നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങേക്ക് ഈ പട്ടണം നശിപ്പിക്കാനായിട്ട് പറ്റുമോ? ഒരു പാപികളാണെന്നുള്ളത് ശരിയാണ്, കുറേ പാപത്തിൻ്റെ കാര്യമൊക്കെ എനിക്കും അറിയാം, പക്ഷേ നീതിമാന്മാരുണ്ട്, അവർ നശിപ്പിക്കാനായിട്ട് പറ്റുമോ? എന്നിട്ട് അബ്രാഹം സംസാരിക്കണം, 50 പേരുണ്ടെങ്കിൽ പറ്റുമോ, നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞില്ല, 45 പേര്. അങ്ങനെ അബ്രാഹം കുറച്ച് 10 പേര് വരെ കൊണ്ടുവരുന്നുണ്ട്. ദൈവം അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുകയാണ്, തൻ്റെ സഹോദരനെയും കുടുംബത്തെയും അവിടെ നിന്ന് രക്ഷിക്കുന്നതുമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രാർത്ഥനയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ജീവിതമായിരുന്നു, വിശ്വാസത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു അബ്രാഹത്തിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആറാമതായി നമുക്ക് അബ്രാഹത്തിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ മാർഗമായി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ദാമ്പത്യ വിശ്വസ്തതയാണ്, ഭാര്യയോടുള്ള വിശ്വസ്തതയാണ്. അവരൊരു അന്യനാട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ വളരെ സുന്ദരിയാണ്. അവർ രണ്ടുപേരും ചേർന്ന് ചില നിശ്ചയങ്ങളും തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അത് പാലിക്കാനായിട്ട് തയ്യാറാകുകയാണ്. ചില അന്യനാട്ടിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ അവിടുത്തെ രാജാക്കന്മാർ പോലും സാറായെ ഭാര്യയാക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അബ്രാഹവും സാറയും തമ്മിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അത് ദൈവഹിത പ്രകാരം എടുത്തൊരു തീരുമാനമായി വേണം മനസ്സിലാക്കാനായിട്ട്. അവർക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടാനായിട്ട് പറ്റുകയാണ്. അവരെടുത്ത തീരുമാനത്തോടെ അവർ വിശ്വസ്തത പുലർത്തി. അതുകൊണ്ട് അപകടകരമായ സാഹചര്യത്തിൽ പോലും സാറായ്ക്ക് അത്ഭുതകരമായി രക്ഷപ്പെടാനായിട്ട് പറ്റുകയാണ്. അബ്രാഹം തൻ്റെ ഭാര്യയോട് വിശ്വസ്തത പുലർത്തിയ നല്ലൊരു ഭർത്താവായിരുന്നു. തീർച്ചയായിട്ടും സാറയും അദ്ദേഹത്തോട് സഹകരിക്കുന്നുണ്ട്. അപ്പം അനുഗ്രഹത്തിൻ്റെ മാർഗങ്ങൾ അബ്രാഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അബ്രാഹത്തിനുള്ള അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഗലാത്യർ 3:9 പറയുന്നത് നാം ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് നാം ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 24:1 നാം ഇങ്ങനെ വായിക്കുകയാണ്, അബ്രാഹത്തിന് പ്രായമായി, എല്ലാ കാര്യത്തിലും ദൈവം അബ്രാഹത്തെ അനുഗ്രഹിച്ചു. അപ്പം നമുക്ക് അവകാശപ്പെട്ട അനുഗ്രഹം എന്താണ്? എല്ലാ കാര്യത്തിലും അബ്രാഹത്തെ അനുഗ്രഹിച്ചതുപോലെ നമുക്ക് ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് സാധ്യതയുണ്ട്. നാം പ്രാപിക്കേണ്ടതാണ്. അതിനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് നാം ധ്യാന വിഷയമാക്കിയത്. അബ്രാഹത്തിന് കിട്ടിയ അനുഗ്രഹങ്ങളുടെ പട്ടികകൾ നാം കണ്ടു. അബ്രാഹം എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയതെന്ന് നാം മനസ്സിലാക്കി. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും വേണമെന്നില്ല. ചില ജീവിതാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള, ചില ദൈവവിളിയുമായി ബന്ധപ്പെട്ട് ചില അനുഗ്രഹങ്ങളൊക്കെ ദൈവം ചില ആളുകളോട് ത്യാഗപൂർവ്വം വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടാകാം. അവർ തന്നെ ചില അനുഗ്രഹങ്ങൾ അവർക്ക് ചില ഉത്തരവാദിത്വത്തിൻ്റെ പേരിലും ജീവിത ദൗത്യത്തിൻ്റെ പേരിലും ഒക്കെ വേണമെങ്കിൽ സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ടാകാം. ജനനം വഴി തന്നെ ചില അനുഗ്രഹങ്ങൾ ചിലർക്ക് നിഷേധിക്കപ്പെട്ടതുപോലെ നമുക്ക് തോന്നാം. ബൈബിൾ ആ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പസ്തോലന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചവരാണ്, പക്ഷേ നിങ്ങൾക്ക് വേറെ പല അനുഗ്രഹങ്ങൾ ഞാൻ കരുതി വച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. ഈ അനുഗ്രഹങ്ങൾ നമുക്ക് സാധ്യമാണെന്ന് ബൈബിൾ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്ന കാര്യം ഓർത്ത് നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും ശ്രമിക്കാം. പരിശുദ്ധാത്മാവ് വഴി നമുക്ക്
ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കാം. പരസ്പരം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.